താല്പര്യത്തിന് ഞാൻ വേറെയുള്ള നേതാക്കന്മാരെല്ലാം കൂടി പറഞ്ഞ് അയാളെ എഴുതി കൊടുക്കുകയാണെങ്കിൽ ഇങ്ങോട്ട് എല്ലാം തിരിച്ചു തരുമെന്ന്. ഞാൻ അങ്ങനെ കൊടുത്ത് തിരിച്ചു തരികയും ചെയ്തു. ഞാൻ മനസ്സിലാക്കുന്ന കൊടുത്തല്ല ഏനി കേൾക്കാൻ വേണ്ടി ചെയ്ത പറഞ്ഞ ചെയ്യണ്ടായിരുന്നു. ഞാൻ അങ്ങനെ കാണിക്കണ്ടായി. സലാമുണ്ട് കേട്ടോ, പ്രിയപ്പെട്ടവരെ, സലാമുണ്ട്. മണി നാളായി കണ്ടിട്ടും കേട്ടിട്ടൊക്കെ വിശേഷമുണ്ട്, ഉണ്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെയല്ല വന്നേക്കണ്. നാട്ടിലിപ്പോ ഒരു തെരഞ്ഞെടുപ്പ് വരാൻ പോണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോലുള്ള പിണറായി വിജയന്റെ ഭരണം തീരാൻ പോകാനുള്ള. അപ്പൊ ഇനിയിപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പ് വരെയാണ്, അതിന്റെ ചെണ്ടോട്ടൊക്കെ തുടങ്ങാൻ പോകുള്ളൂ കേട്ടാ. പക്ഷെ അപ്പൊ ചെണ്ടോട്ട് PR വർക്ക് ചെയ്യണവരുടെയൊക്കെ ചെണ്ടോട്ട് നേരത്തെ തന്നെ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടാ. ഈ സർക്കാരിൻ്റെ നേട്ടങ്ങളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ, വികസന മുന്നേറ്റ ജാഥ അങ്ങനെ ഒരു വഴിക്ക്, MP ഗോവിന്ദൻ്റെ പ്രസംഗം വേറൊരു വഴിക്ക്, അപ്പുറത്ത് VD സതീശൻ്റെ ജാഥ വേറെ വഴിക്ക്. എന്തിന് പറയുന്നത്? നവയുഗ യാത്ര, വികസന മുന്നേറ്റ യാത്ര, യാത്ര തന്നെ യാത്ര. സാധാരണക്കാരനെ നെട്ടോട്ടം മട്ടോട്ടം ഓടി അവനും ഒരു നിവൃത്തിയില്ലാണ്ട് അവരും ഓടി പടിഞ്ഞ് നടക്കണം. ഇപ്പം ഇവിടെ പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗോവിന്ദൻ മാഷ് തെരഞ്ഞെടുപ്പിന് മുമ്പ് തുടങ്ങിയേക്കുന്ന വികസന യാത്രയുണ്ട. കേരളത്തിൽ വികസനം വികസിച്ച് ബലൂൺ പോലെ ഇപ്പം തന്നെ പൊട്ടിപ്പോണ അവസ്ഥയിലേക്ക് കേരളം വികസിച്ചിരിക്കാനുള്ള. ഇനി വികസിക്കാനില്ല. കാരണം വികസിച്ച് ആകാശത്തോളം മുട്ടി എപ്പം പൊട്ടുമെന്ന് നോക്കി നിൽക്കാനുള്ള. അങ്ങനെ വികസനം വന്ന് പുരോഗമനം വന്ന ആളുകളൊക്കെ പുരോഗമിച്ച് ശ്വാസം മുട്ടി നിൽക്കാനുള്ള. ഇനി ഒന്നും കൂടി പുരോഗമിച്ച മനുഷ്യൻ്റെ വയറ് തന്നെ പൊട്ടിപ്പോകും. ഇപ്പം തന്നെ നട്ടലും വയറും തമ്മിൽ ഒട്ടിത്തേഞ്ഞ് നിൽക്കുകയാണ്. അവിടെയാണ് ഗോവിന്ദൻ മാഷ് ഇപ്പം വേറൊരു പുതിയ ചില കണ്ടുപിടുത്തങ്ങളൊക്കെ ആയിട്ട് വന്നേക്കണത്. പറഞ്ഞു വരുന്നത് ഈ വികസന മുന്നേറ്റ യാത്രയിലുണ്ടായ ചില പുലിവാലാണ്ടാ. അല്ലല്ല, ഗോവിന്ദൻ മാഷ് ഇപ്പം എന്ത് തൊട്ടാലും പുലിവാലാണല്ല. അതെന്തുട്ട ഗോവിന്ദൻ മാഷ് അങ്ങനെ പറ്റണം? നമുക്ക് മറ്റേ ആ കണ്ണൂരിൽ പയ്യന്നൂരിൽ ആ ജോത്സ്യനെ ഒന്നും കൂടി അങ്ങോട്ട് പോയി കണ്ടാലാ. ഇത് എന്ത് തൊട്ടാലും പുലിവാലായിട്ടാൽ ആക്കിണ്ടാവലും കഞ്ഞും പോലെ തന്നെയാണല്ലോ വരുന്നത്. പണ്ട് വന്ദേമാതരം ട്രെയിൻ പറഞ്ഞ കാര്യം വന്നു കഴിഞ്ഞപ്പോൾ പറയണ്ടായിരുന്നു, കണ്ണൂരിലുള്ള പെണ്ണുങ്ങളൊക്കെ കൊട്ടയിൽ അപ്പവും കയറ്റി തിരുവനന്തപുരത്ത് കൊണ്ടുപോയി അപ്പം വിൽക്കും. തിരുവനന്തപുരത്ത് അപ്പം കിട്ടാത്തതിലോണെന്ന് അറിയാൻ പാടില്ലാട്ടാ. അവിടെ എന്താണ് പഴവങ്ങാടി ഗണപതിയുടെ അവിടെ ഉണ്ണിയപ്പവും മോദകവും ഇഷ്ടം പോലെ അവിടെ കിട്ടും. ഇനിയിപ്പോൾ കണ്ണൂര് കിട്ടണം അപ്പം പെണ്ണുങ്ങളുടെ അപ്പം തിരുവനന്തപുരത്ത് കിട്ടാത്തതുകൊണ്ടാണ് നിറമ വെള്ളം. എന്തായാലും ഗോവിന്ദൻ മാഷ് പറഞ്ഞ് കണ്ണൂരുള്ള പെണ്ണുങ്ങൾ തീവണ്ടി കയറി, അതായത് വന്ദേ ഭാരത് ട്രെയിനിൽ കയറി തിരുവനന്തപുരത്ത് ചാലക്കമ്പോളത്തിൽ പോയി അവരുടെ അപ്പമൊക്കെ അങ്ങോട്ട് വിൽക്കും. ആ അപ്പമൊക്കെ വിറ്റ് ഉച്ചയ്ക്കും തന്നെ അവർ കോട്ടയം പടമൊക്കെ മടക്കി കണ്ണൂർ തിരിച്ചെത്തും. അതാണ് വന്ദേ ഭാരത് ട്രെയിനിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞത്. അപ്പോൾ കണ്ണൂരിലുള്ള പെണ്ണുങ്ങൾക്ക് അപ്പം വിൽക്കാനായിട്ട് തിരുവനന്തപുരം എന്തായിട്ടാണ് ആ പാളയം മാർക്കറ്റിൽ കൊണ്ട് അപ്പം വിൽക്കാൻ പറ്റും, അല്ലെങ്കിൽ ചാലക്കമ്പോളത്തിൽ വിൽക്കാൻ പറ്റും എന്നൊക്കെയാണ് അന്ന് ഗോവിന്ദൻ മാഷ് പറഞ്ഞു. അത് തൊട്ടോട് അലാക്കായി പുലിവാലായി. പിന്നെ അപ്പം ഗോവിന്ദൻ എന്നായി വിളി. അത് കഴിഞ്ഞപ്പോഴേ ഇപ്പം ഈ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭരണം തീരാൻ പോവാണല്ല. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ വേറെ ചില കാര്യങ്ങൾ ചെയ്യുമെന്ന് അങ്ങോട്ട് പറഞ്ഞു. അതായത് പാവങ്ങൾ ഒരൊറ്റ മനുഷ്യനെ കൊണ്ട് പറയാൻ സമ്മതിക്കില്ല. അങ്ങനെ ആരെങ്കിലും പറഞ്ഞ കുറച്ചത്ത് ഒറ്റ കൊടുക്കുമെന്നാണ് പറഞ്ഞേക്കണത്. പാവങ്ങൾ ഇനി ഇവിടെ ഉണ്ടാവില്ല, കേരളത്തിൽ പാവങ്ങൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞേക്കണത്. പാവങ്ങളില്ല. പാവങ്ങൾക്ക് വേണ്ടി ഏർപ്പെടുത്തിയേക്കണ റേഷൻ കട വരെ വേണമെങ്കിൽ കട്ട് ചെയ്ത് കളയും. ഇനിയിപ്പോൾ റേഷൻ കടയും കൂടി ഉണ്ടാവില്ല എന്ന് മൂപ്പിലാന്റെ ബാക്കി കേട്ടപ്പോൾ മനസ്സിലായത് പാവങ്ങളില്ല, പിന്നെ എന്തിനു റേഷൻ? അപ്പൊ ആ നിലയിലേക്ക് വികസിച്ച് ഇപ്പൊ തന്നെ കുന്നാമരം കൂട്ടി വികസിച്ച് ബലൂൺ പോലെ വീർത്ത് നിൽക്കാണില്ല. ഒറ്റ കുത്തുകുത്തി അപ്പൊ പൊട്ടുമെന്നുള്ള മട്ടിൽ നിൽക്കാണില്ല. അപ്പൊ വികസിച്ച് ഇനി വികസിക്കാൻ പറ്റാത്ത ചക്രവാളത്തോളം വികസിച്ച് നിൽക്കാണ് കേരളത്തിന്റെ വികസന മുന്നേറ്റം. അപ്പൊ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കി കൊണ്ടുവന്നപ്പോ അപ്പൊ പറയണതൊക്കെ പുലിവാലാണല്ല. പാവങ്ങളുടെ കാര്യം പറഞ്ഞ് പുലിവാലായി. വന്ദേ ഭാരത് ട്രെയിനിൽ പോയി അപ്പം വിൽക്കണ പെണ്ണുങ്ങളുടെ കാര്യം പറഞ്ഞ് കണ്ണൂരിലുള്ള പെണ്ണുങ്ങളെയും കൂടിയും അലാക്കി കട്ടിക്കളഞ്ഞല്ല. ആ പെണ്ണുങ്ങൾക്ക് പുറത്തിറങ്ങി നിൽക്കാൻ പാടില്ലാണ്ട് ഒരവസ്ഥ ഉണ്ടാക്കി കളഞ്ഞു. കണ്ണൂരിലുള്ള പെണ്ണുങ്ങൾ പുറത്തിറങ്ങുമ്പോൾ ആളുകൾ ചോദിക്കാണ് അപ്പം വിറ്റാ എത്ര കാശ് കിട്ടി എന്നൊക്കെ ചോദിക്കാനുള്ള. ആ ഗോവിന്ദൻ മാഷ് പറഞ്ഞില്ല, നിങ്ങൾ ചാലക്കമ്പോളത്തിൽ പോയി പാളയം മാർക്കറ്റിൽ പോയി അപ്പം വിറ്റുകൊണ്ട് വരാൻ പോണെന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ കണ്ണൂരിലുള്ള പെണ്ണുങ്ങൾക്ക് പോലും പുറത്തിറങ്ങി നടക്കാൻ പാടില്ലാത്ത രീതിയിൽ പുള്ളി കാര്യങ്ങൾ ഒപ്പിച്ചു വെച്ച് ഇപ്പൊ വീണ്ടും ഒരു പുലിവാല് പിണറായി വിജയൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതായത് വികസന മുന്നേറ്റ യാത്ര എന്നും പറഞ്ഞ ഒരു യാത്ര ഇങ്ങോട്ട് വന്നില്ല. അവിടുന്ന് മിക്കവാറും യാത്രയൊക്കെ എന്തുകൊണ്ടാ വടക്കുന്ന് തെക്കോട്ടൊക്കെയല്ല ഇങ്ങോട്ട് പോരുന്നത്. അങ്ങനെ പോന്ന് കോഴിക്കോട് എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ ബാലുശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലം ഉണ്ടല്ല, നമ്മുടെ സച്ചിൻ ദേവ് MLA ഒക്കെ സ്ഥലം. അവിടെ വന്നു കഴിഞ്ഞപ്പോൾ പുള്ളി ഒരു കാര്യമാണ്, PR വർക്കിന്റെ വേറൊരു മുഖം അവിടെ കണ്ട്. ഒരു മൊയ്തീനിക്കാന്ന് പറഞ്ഞാൽ പാവപ്പെട്ട ഒരു മൊയ്തീനിക്കുണ്ട്. പുള്ളി ഇടതുപക്ഷത്തിന്റെ ആളാണെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ പുള്ളിക്ക് ഈ പെൻഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ പെൻഷൻ കിട്ടിയത് കുറെ കാലങ്ങളായി കിട്ടാണ്ടായിട്ട് അപ്പൊ പിണറായി വിജയൻ സർക്കാർ വന്നപ്പോ മാസം 2 ദിവസത്തേക്കാണ് പെൻഷൻ കിട്ടുന്നത് എന്നുള്ള മട്ടിലാണ് ആ പുള്ളി പറഞ്ഞതെന്നാണ് പറയണത്.
അതെന്ത് തന്നെ ആയിക്കോട്ടെ, ഗോവിന്ദൻ മാഷ് ഈ വികസന മുന്നേറ്റ യാതയെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ പാവങ്ങളെ ഇല്ലാണ്ടാക്കും എന്നൊക്കെ പറഞ്ഞ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ അങ്ങനെ വലിയ ഗീർബാണം വിട്ടുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലേക്കാണ് ഈ മൊയ്തീനിക്കാൻ ആരണ്ടൊക്കെ പിടിച്ചു വെച്ച് സ്റ്റേജിൽ കൊണ്ടിരുന്നത്. ആ പുള്ളിക്കാരന് പാവപ്പെട്ട ആ പുള്ളിക്കാരനെ സ്റ്റേജിൽ പിടിച്ചിട്ട് എടുത്തിട്ട് പുള്ളിക്ക് പെൻഷൻ കിട്ടി കാശ് ഈ ഗോവിന്ദൻ മാഷിന്റെ കയ്യിലേക്ക് കൊടുക്കണ്. ഗോവിന്ദൻ മാഷ് അത് മേടിച്ച് വീണ്ടും മൊയ്തീനിക്കാരന്റെ പോക്കറ്റിൽ വയ്ക്കണം. അങ്ങനെ വേണ്ട ബഹളം. അപ്പൊ പറയണെന്നുട്ടാ, അടിസ്ഥാന വർഗത്തിന്റെ അധസ്ഥിത വർഗത്തിന്റെ ഈ പാർട്ടി നിലനിൽക്കണം. പിണറായി വിജയൻ വീണ്ടും അധികാരത്തിൽ വരുന്ന UDF അധികാരത്തിൽ വന്ന് ഈ പെൻഷനൊന്നും കിട്ടാൻ പോണില്ല. അതുകൊണ്ട് എനിക്ക് ഈ കിട്ടിയ പെൻഷൻ ഗോവിന്ദൻ മാഷിന്റെ വികസന യാത്രയിൽ വല്ല നാരങ്ങ വെള്ളം കുടിക്കാനോ സോഡ കുടിക്കാനൊക്കെ കഴിയുന്നുണ്ടെങ്കിലേക്ക് വച്ചോന്നും പറഞ്ഞ പുള്ളിയാണ് കൊടുത്താണ് ഗോവിന്ദൻ മാഷിന്റെ കയ്യിൽ. ഗോവിന്ദൻ മാഷ് എന്താണ് പതിവുള്ളൊരു ചിരി ഉണ്ടല്ലോ, എലി മുന്നല്ലി കാണുമ്പോഴൊരു ചിരി ഉണ്ടല്ലോ, ആ ചിരി ഇരിച്ചുകൊണ്ട് ആ കാശ് മേടിച്ച് മൊയ്തീനിക്കട പോക്കറ്റിൽ വെച്ചു കൊടുത്ത് അവിടെ പടിപാളി പോയി. 8ന്റെ പണി കിട്ടിയില്ല. PR വർക്ക് ആരാണ്ടൊക്കെ ചെയ്തു കൊടുത്തതാണിത്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാവങ്ങളുടെ പടത്തലവനായിട്ട് പിണറായി വിജയനെയും ആ പടത്തലവന്റെ തൊട്ടടുത്ത് കുന്തം പിടിച്ചിരിക്കുന്ന ആളായിട്ട് ഗോവിന്ദൻ മാഷിനെ ആളുകൾ വിശേഷിപ്പിക്കുന്നതൊക്കെ വിചാരിച്ച് ഒരു തട്ട് തട്ടിയത്. ആ തട്ട് 8 നിലയിൽ പൊട്ടിതേ കിടക്കണം, താഴെ കിടക്കുന്നുണ്ട്. ഇപ്പൊ പറഞ്ഞു വരുന്ന മൊയ്തീനിക്ക ഉള്ള കാര്യങ്ങളൊക്കെ വെട്ടിത്തുറഞ്ഞ് വേറെ ആളുകളെ കണ്ടപ്പോ അങ്ങോട്ട് പറഞ്ഞ്, അതെ എനിക്ക് അവിടെ ചെല്ലണമെന്നും അവിടെ സ്റ്റേജിൽ കയറണമെന്നൊന്നും ഉണ്ടായില്ല, ഞാൻ ഇങ്ങോട്ട് തിരിച്ചു പോന്നാണ്. ഈ വക പ്രസംഗമൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ ഞാൻ ഇങ്ങോട്ട് തിരിച്ചു പോന്നപ്പോ എന്നെ വിളിച്ചുകൊണ്ട് സ്റ്റേജിൽ കയറ്റി ഗോവിന്ദൻ മാഷിനെ കാണിക്കുക. അപ്പൊ ഗോവിന്ദൻ മാഷ് എടുത്ത് നിങ്ങൾ ആ പോക്കറ്റിൽ കിടക്കുന്ന കാശ് അങ്ങോട്ട് കൊടുക്കണം, ഗോവിന്ദൻ മാഷ് തിരിച്ചിങ്ങോട്ട് തരും. അപ്പൊ ഇത് ലോകം മുഴുക്ക ക്യാമറയിൽ കൂടി നിങ്ങളെയൊക്കെ കാണും, ചാനലിൽ കൂടെ കാണുന്നു പറഞ്ഞപ്പോ മൊയ്തീനിക്കാൻ പറഞ്ഞു, അപ്പൊ എന്തായാലും നമുക്ക് ഇത്ര പ്രായമൊക്കെ ആയില്ല, അപ്പൊ ആളുകൾ കാണണമെങ്കിൽ കാണട്ടെ, ഒരു പേരൊക്കെ കിട്ടൂലോ എന്ന് കണക്കാക്കിയിട്ട് ഞാൻ കൊടുത്താണെന്ന് മൊയ്തീനിക്ക വേറൊരാളടുത്ത് വീഡിയോയിൽ പറഞ്ഞേക്കണ്. നാണം കെട്ട് പോയില്ലേ ഗോവിന്ദൻ മാഷും പിണറായി വിജയനൊക്കെ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായി. ഈ തെരഞ്ഞെടുപ്പ് അടുത്ത് പറഞ്ഞതിന് മുമ്പ് കാര്യങ്ങളൊക്കെ പാവങ്ങളുടെ പടത്തലവനായിട്ട് പിണറായി വിജയനെ കാണിക്കാൻ വേണ്ടി ഒരു പാവപ്പെട്ടവൻ തനിക്ക് കിട്ടിയ പെൻഷൻ കാശ് മാത്രം അതുപോലും കൊടുത്തേക്കണം എന്നൊക്കെ പറഞ്ഞ് വരുത്തി തീർത്ത് വലിയ ഫ്ലക്സ് അടിക്കാനുള്ള ഒരു മാർഗമായിരുന്നു. ചാനൽ മുഴുക്കൊക്കെ വന്നല്ല അതിൽ PR വർക്ക് ചെയ്യുന്ന ചാനൽ ആദ്യം ലൈവായിട്ട് കൊടുത്തത്. ഇപ്പൊ എന്ത് പറ്റി? ഇപ്പൊ ഈ മൊയ്തീനിക്ക പറഞ്ഞ് എനിക്ക് അങ്ങോട്ട് പോകേണ്ട കാര്യം തിരിച്ചിങ്ങോട്ട് പോകുന്നതാണ്. അപ്പൊ എന്നെ വിളിച്ച് സ്റ്റേജിൽ പിടിച്ചുകൊണ്ട് കയറ്റി ആ കാശ് അങ്ങോട്ട് കൊടുക്കാൻ പറഞ്ഞ്, കാശ് കൊടുക്കാൻ നിങ്ങൾ പേടിക്കേണ്ട, ധൈര്യമായിട്ട് കൊടുത്തു, ഗോവിന്ദൻ മാഷ് അടിച്ചുകൊണ്ടുപോകില്ല, നിങ്ങളുടെ കയ്യിൽ തന്നെ തരുമെന്നൊക്കെ എനിക്ക് ഉറപ്പ് തന്നായിരുന്നു. ഞാൻ കയറി തന്നെ കൊടുത്താണ്. പിന്നെ എനിക്കൊരു പേരും കിട്ടൂല. അങ്ങനെ ഞാൻ കയറിയതാണ്. എൻ്റെ മക്കളെ, പൊന്നു മക്കളെ, വേറെ ഒന്നും വിചാരിക്കില്ല പൊന്നാര കട്ട എന്നാണ് പുള്ളി ആ വീഡിയോയിൽ പറഞ്ഞേക്കണത്. അത് കഴിഞ്ഞ ആ വീഡിയോ അങ്ങോട്ട് പുറത്തു വന്നതിന്റെ തൊട്ട് 1 മണിക്കൂർ കഴിഞ്ഞപ്പോ മൊയ്തീനിക്കാൻ ആരാണ്ടൊക്കെ കൂടി ഓടിപ്പിടിച്ച് കണ്ടെത്തി പുള്ളിയോട് പറഞ്ഞ് വേഗം വേറെ വീഡിയോ ചെയ്തോ. അതായത് സ്വന്തം മനസ്സാല ചെയ്താണെന്ന് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇനി പെൻഷൻ മേടിക്കാൻ നിങ്ങൾ ഉണ്ടാവില്ല എന്നുള്ള മട്ടില് ആ പാവപ്പെട്ട മൊയ്തീനിക്കാനുമാര് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പൊ പുതിയ വേറെ പുള്ളി ഇറക്കിയിട്ടുണ്ട്. ഞാൻ ഇത് സ്വമനസാല ചെയ്താട്ടാ മക്കളെ എന്ന് പറഞ്ഞിട്ട് പുള്ളി വേറെ ചെയ്തിട്ടുണ്ട്. എന്തായാലും പാവപ്പെട്ട മൊയ്തീനിക്കാന് ഇതിന്ന് ഒഴിവാക്കി കൊടുക്കണം. പാവപ്പെട്ട ആ മനുഷ്യനെ വെച്ചിട്ടുണ്ട് കോൺഗ്രസ് ആയാലും കൊള്ള, CPM ആയാലും കൊള്ള, ഇനിയിപ്പോ BJP ആയാലും കൊള്ള, ഇവരുടെയൊക്കെ രാഷ്ട്രീയത്തിന്റെ ആ PR വർക്ക് ചെയ്യുന്നതിന് വേണ്ടി പാവപ്പെട്ട മനുഷ്യന്മാരെ ഇങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല. 10-70 വയസ്സൊക്കെ കഴിഞ്ഞ ആളുകൾ, പെൻഷൻ മേടിച്ച് കഴിഞ്ഞു കൂടുന്ന ആളുകളെ ഇവരുടെ നേട്ടങ്ങൾക്ക് വേണ്ടി ഇവർ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അതിൽ കോൺഗ്രസ് ഉപയോഗിക്കാൻ പാടില്ല, CPM ഉപയോഗിക്കാൻ പാടില്ല, BJP ഉപയോഗിക്കാൻ പാടില്ല, വേറെ ഒരു പാർട്ടിക്കാരും ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ ഒരു കാര്യം എന്തായാലും വ്യക്തമായി, MP ഗോവിന്ദന്റെ അപ്പം ചീറ്റ് ഇതുപോലെ പാവപ്പെട്ടവരുണ്ടാവില്ല, വേണ്ടി വന്ന പാവപ്പെട്ടവർക്കുള്ള റേഷൻ കടയിൽ നിർത്തലാക്കും. വിക്ടർ ഹ്യൂഗോന്റെ ഒരു പുസ്തകം ഉണ്ടല്ലോ, പാവങ്ങൾ എന്ന് പറഞ്ഞ് പൂർ മിസറബിൾസ്, ആ പുസ്തകം തന്നെ വേണമെങ്കിൽ കട്ട് ചെയ്ത് കളിക്കുക. അല്ലെങ്കിൽ വിക്ടർ ഹ്യൂഗോ ഇപ്പം ഇല്ലല്ല, പരമ്പരാഗത അവകാശികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ പേര് വേണമെങ്കിൽ മാറ്റിയിട്ടോളാൻ പറയും, പാവപ്പെട്ടെന്നുള്ള വേണമെങ്കിൽ പണക്കാരെന്നിട്ടോളാൻ പറയും. അങ്ങനെയൊക്കെ ഗോവിന്ദൻ മാഷ് തീരുമാനം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ ഇടയിലാണ് ഈ പാവപ്പെട്ട മൊയ്തീനിക്കാനെ വലിച്ചുകൊണ്ടെന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണേ. ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ വരാണ്ടിരിക്കും? മുണ്ടാണ്ടിരിക്കാന്ന് വിചാരിച്ചാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ മുണ്ടാണ്ടിരിക്കാൻ പറ്റൂല. അപ്പൊ എന്തായാലും PR വർക്ക് പാളി ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള നടത്തി ആ പാളി ഇതുപോലെ ഇത് 1.5 പാളിന് വേറെ പാളിയൊക്കെ PR വർക്കും പാളി. എന്റെ ഗോവിന്ദൻ മാഷ നമ്മുടെ കണ്ണൂർ പയ്യന്നൂരുള്ള ആ ജോത്സ്യനെ ഒന്നും കൂടി പോയി കാണും. തൊട്ടോടം ഇങ്ങനെ പാളി പോണ എന്താന്ന് ഒന്ന് ചോദിക്കി. അതിന് വല്ല പ്രതിവിധിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് നടത്തിയിട്ട് പിന്നെ ജനങ്ങളുടെ മുമ്പിലേക്കല്ല. അപ്പൊ അങ്ങനെ ആയിക്കോട്ടെ കേട്ടാ പ്രിയപ്പെട്ടവരെ, സലാമുണ്ട്. ഇനി ഇങ്ങനെ എന്തെങ്കിലും കൊണ്ടുമ്പോ വരാട്ടാ. അപ്പൊ അങ്ങനെ ആയിക്കോട്ടെ, സലാം. ആൾക്കാരൊക്കെ പറഞ്ഞു നിങ്ങള് ഞങ്ങൾക്ക് ഇനി 30 കൊടുക്കാനില്ല, കഴിഞ്ഞിട്ട് കൊടുത്തിട്ട് ഇപ്പൊ ഇങ്ങോട്ട് ഞങ്ങളോട് കിറ്റ് തരും. അത് അങ്ങനെ ചെയ്തതാ. ഞാൻ ആ പോകാൻ പറഞ്ഞ ഞാൻ പോന്നതാ. ഇന്നേരം ഒരു കൂട്ടി കൊണ്ടുപോയത് അങ്ങോട്ട് തന്നെ. നിങ്ങളെ മനസ്സാറിന് കൊടുത്തതല്ലേ? മനസ്സാറിന് കൊടുത്തതല്ലേനോ? അങ്ങനെയല്ലേ പറയുന്ന ഞങ്ങൾ കേട്ടില്ലേ? ഞാൻ
പെൻഷന് ആ ഓരോരോ നേതാക്കന്മാരെ എത്തും, പിണറായിന്റെ എത്തും, വേറെ എല്ലാവരും എത്തും, പെൻഷൻ കിട്ടിയിട്ട് ആ മുപ്പരെത്തുന്ന ഫോട്ടോ എടുക്കുന്നില്ല, അങ്ങനെ ആ ഇങ്ങനെ കളിക്കുന്നില്ലേ? ആ അത്രേ മാതിരി ഞാൻ സ്റ്റേജിന്മേൽ കയറിയിട്ട് കളിച്ച ആ മുപ്പരെത്തിന് ആ ഞാൻ വേറെയുള്ള നേതാക്കന്മാരെല്ലാം കൂടി പറഞ്ഞ് അയാൾ എരിയത്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ തിരിച്ചു തരുമെന്ന്. അതെ. ഞാൻ അങ്ങനെ കൊടുത്ത് ആ തിരിച്ചു തരികയും ചെയ്തു. ഞാൻ മനസ്സറിഞ്ഞ് കൊടുത്തല്ല. ഏത് കേൾക്കാൻ വേണ്ടി ഞാൻ ചെയ്ത പറഞ്ഞ ആ അത് ചെയ്യണ്ടായിരുന്നു. ഏ ഞാൻ അങ്ങനെ കാണിക്കണ്ടായി.